ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടൈ വാലിബൻ. എനിക്ക് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സിനിമയെക്കുറിച്ച് എക്സ്ട്രീം നെഗറ്റീവ് റിവ്യൂ പറയുന്ന ഒരാളാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? മറ്റൊരു എമ്പുരാനും ലൂസിഫറും ആണോ? പുള്ളിയുടെ ഓരോ പടങ്ങളും, ഇതുവരെയുള്ള ഓരോ പടങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പടവും മറ്റൊരു പടമായിട്ട് ഒരു സമയമില്ല. ഓരോ പടത്തിലും പുതിയ ഫിലിം മേക്കിങ്ങും പുതിയ സ്റ്റോറി ടെല്ലിങ്ങും പരീക്ഷിക്കുന്ന ഒരു സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ മോഹൻലാലിനെ കിട്ടിയാലും പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈലും പുള്ളിയുടെ ആ ഒരു പാറ്റേണിൽ നിന്ന് മാറത്തില്ല. പുള്ളി ഇവിടെയും പുതിയൊരു മേക്കിംഗ് സ്റ്റൈലാണ് ഫോളോ ചെയ്തേക്കുന്നത്. ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഒരു നാടോടി കഥകൾ പോലെയുള്ള ഒരു മേക്കിംഗ് ആണ് ഈ പടത്തിനും കൊടുത്തേക്കുന്നത്. ആ ഒരു ജോണിൽ നിന്ന് നോക്കുമ്പോൾ മലൈക്കോട്ടൈ വാലിബൻ വളരെ മികച്ചൊരു സിനിമ അനുഭവം തന്നെയാണ്. നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമ പറയുന്നത്. എന്ന് കരുതി മലൈക്കോട്ടൈ വാലിബൻ ഒരു ഗംഭീര സിനിമയാണ്, അടിപൊളി സിനിമയാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. സിനിമയ്ക്ക് പോരായ്മകളുണ്ട്, സിനിമയ്ക്ക് ചെറിയ ലാഗിൻ്റെ ഇഷ്യൂ ഉണ്ട്, ചില ക്യാരക്ടേഴ്സ് കണക്ട് ആകാതെ പോയിട്ടുണ്ട്, ചില സംഭവങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ജോണർ, സിനിമ പറയുന്ന ജോണറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സിനിമ തന്നെയാണ്. വളരെ സിനിമ അനുഭവം എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് മലൈക്കോട്ടൈ വാലിബൻ. ഈ പറയുന്ന നെഗറ്റീവുകളൊക്കെ വെച്ച് ഒരു കംപ്ലീറ്റ് മാസ് പടം അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പടം മാത്രം പ്രതീക്ഷിച്ച് പോയവർക്ക് ഒരു പക്ഷേ മലൈക്കോട്ടൈ വാലിബൻ നല്ല ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയേക്കാം. അതേസമയം ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫിലിം മേക്കിംഗ് വെച്ചുള്ള നല്ലൊരു കലാസൃഷ്ടിയാണ് കാണാൻ പോകുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ സിനിമയിൽ വരുന്ന ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയുന്നുണ്ടാവും, സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അവർ സിനിമാറ്റോഗ്രഫിയെക്കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും പറയുന്നു. പക്ഷേ ഈ സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും എല്ലാം ചേർന്നത് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ മികച്ച കുറേ ഷോട്ടുകളുണ്ട്. സത്യം പറഞ്ഞാൽ ചില എക്സ്ട്രീം വൈഡ് ഷോട്ടൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇതൊരു പെയിൻറ്റിംഗ് ആണോ എന്നുള്ള രീതിയിൽ കണ്ണ് തുറന്നിരുന്ന് പോകുന്ന തരത്തിലുള്ള കുറച്ച് ഷോട്ടുകളുണ്ട്. അതുപോലെ ചില ഫൈറ്റ് സീക്വൻസുകളിലും ചില ഇമ്പോർട്ടൻറ്റ് സീനുകളിലൊക്കെ വരുന്ന ചില ചെറിയ ചെറിയ മ്യൂസിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു സിനിമ അനുഭവം തരാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണത്. പക്ഷേ കാണുന്ന ആൾക്കാരും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു മൂഡിൽ, ആ ഒരു ജോണറിൽ തന്നെ ആ സിനിമയെ സമീപിച്ചാൽ മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് സിനിമയ്ക്ക് തരാൻ കഴിയുള്ളൂ. പിന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അവർ പോലും അറിയാതെ ഈ സിനിമയെ അവരൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പലർക്കും ഈ സിനിമ ഒരു ഡിസപ്പോയിൻമെൻറ്റ് നൽകിയത്. അതേസമയം ഡബിൾ ബാരൽ, EMIO പോലെയുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം പാടിപ്പുകഴ്ത്തപ്പെട്ട, വർഷങ്ങൾക്ക് ശേഷം അംഗീകരിക്കപ്പെട്ട സിനിമകളാണ്. ഒരുപക്ഷെ 5-10 വർഷങ്ങൾക്ക് ശേഷം മലൈക്കോട്ടൈ വാലിബനും ഈ ഒരു കാറ്റഗറിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവ് റിവ്യൂസിന് മാത്രം കാതു കൊടുക്കാതെ ജസ്റ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം.